മാർഗരീത്ത ഗ്രീൻഡുഡീന സെല്ല ലോകചരിത്രം മറക്കാത്ത പേരുകളിലൊന്ന്. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് ഇരട്ട ചാരവൃത്തി ആരോപിച്ച് ഫ്രഞ്ച് അധികാരികൾ കൊലപ്പെടുത്തിയ നെതർലൻഡുകാരിയായ ഈ മാദക നർത്തകിയുടെ ജീവിതം സംഭവബഹുലമായിരുന്നു. ഞാൻ വേശ്യയായിരുന്നു, വഞ്ചകിയായിരുന്നില്ല എന്ന് ലോകത്തോട് ഉറക്കെ വിളിച്ചു പറഞ്ഞ ആ സ്ത്രീയെ ചരിത്രം ഇന്നും ഓർക്കുന്നു. ഒരു സമ്പന്ന കുടുംബത്തിൽ ജനിച്ച മാർഗരീത്തയുടെ കൗമാരം പിതാവിന്റെ ബിസിനസ് തകർച്ചയെ തുടർന്ന് കഷ്ടത്തിലായി. 16-ാം വയസ്സിൽ പഠിച്ചിരുന്ന സ്കൂളിലെ പ്രിൻസിപ്പാളിൽ നിന്ന് ക്രൂരമായ ലൈംഗിക പീഡനങ്ങൾക്കിരയായി. 18-ാം വയസ്സിൽ ഡച്ച് കോളനി സൈനിക ഉദ്യോഗസ്ഥൻ റുഡോൾഫ് ജോൺ മക്ലിയോഡിനെ വിവാഹം കഴിച്ച് ഇന്തോനേഷ്യയിലെത്തി. തന്നെക്കാൾ വളരെ പ്രായം കൂടിയ റുഡോൾഫുമൊത്തുള്ള ജീവിതം മാർഗരീത്തയ്ക്ക് നരകം തന്നെയായിരുന്നു. കടുത്ത മദ്യപാനിയായിരുന്ന ഭർത്താവ് ശാരീരികവും മാനസികവുമായി ഉപദ്രവിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതുകൂടാതെ ഇയാൾക്ക് മറ്റൊരു സ്ത്രീയുമായി പരസ്യമായി തന്നെ ബന്ധമുണ്ടായിരുന്നു. ഇതിൽ മനം മടുത്ത അവർ ഭർത്താവിനെ ഉപേക്ഷിച്ച് മറ്റൊരു ഡച്ച് സൈനിക ഉദ്യോഗസ്ഥനൊപ്പം പോയി. അവിടെ നിന്നാണ് അവർ നൃത്തം പഠിക്കുന്നതും പകലിന്റെ കണ്ണ എന്ന അർത്ഥം വരുന്ന മാതാഹരി എന്ന പേര് സ്വീകരിച്ചതും. പിന്നീട് ആദ്യ ഭർത്താവിന്റെ നിർബന്ധത്തിന് വഴങ്ങി അയാളുടെ അടുത്ത് തിരികെ ചെന്നുവെങ്കിലും പഴയ ജീവിതത്തിന് കാര്യമായ മാറ്റമൊന്നും ഉണ്ടായില്ല. 1902 ഇവർ ഈ ബന്ധം പിരിയുകയും പാരീസിലേക്ക് പോവുകയും ചെയ്തു. അവിടെ നിന്നാണ് മാദക നർത്തകി എന്ന നിലയിൽ പേരെടുത്തത്. ഏറെക്കുറെ അല്ലെങ്കിൽ പൂർണ്ണമായും നഗ്നമായി വേദിയിൽ നൃത്തം ചെയ്ത മാതാഹരി ഒരു നൂറ്റാണ്ടിന്റെ ഹരമായി മാറി. ഇതിവരുടെ പ്രശസ്തി വർദ്ധിപ്പിച്ചു. വേദിയിൽ നൃത്തം ചെയ്യുമ്പോൾ അലങ്കാര പണികളുള്ള മാർവസ്ത്രവും കൈകളിലെയും മുടിയിലെയും ആഭരണങ്ങളും മാത്രമാണ് ഇവർ ഉപയോഗിച്ചിരുന്നത്. പൂർണ്ണമായി വസ്ത്രം ധരിച്ചെത്തുന്ന ഇവർ ഘട്ടം ഘട്ടമായായിരുന്നു വേദിയിൽ വെച്ച് വസ്ത്രങ്ങൾ ഉപേക്ഷിക്കുന്നത്. അധികം കഴിയുന്നതിന് മുമ്പ് തന്നെ മാതാഹരിയുടെ പ്രശസ്തി പാരീസും കടന്ന് ലോകം മുഴുവൻ വ്യാപിച്ചു. പാരീസിലെ സമ്പന്നരും പ്രമാണിമാരും മാതാഹരിയുടെ ചൊൽപ്പടിക്ക് നിൽക്കുവാൻ തുടങ്ങി. അവരുടെ സൗന്ദര്യത്തിലും വശീകരണ ശക്തിയിലും മയങ്ങി നിരവധി പ്രമാണിമാർ മാതാഹരിയെ ഒപ്പം നിർത്തി. 1910 ഇവരെ അനുകരിച്ചുകൊണ്ട് പലരും അരങ്ങിലെത്തി. എന്നാൽ മാതാഹരി അരങ്ങിലെത്തി വസ്ത്രങ്ങൾ ഓരോന്നായി ഉപേക്ഷിക്കുമ്പോൾ അത് ദിവ്യമായ അനുഭവമായിരുന്നു കാഴ്ചക്കാർക്ക് നൽകിയിരുന്നത്. പക്ഷേ അവർക്കുണ്ടായ അനുകരണങ്ങളെല്ലാം അശ്ലീലങ്ങളായി മാറുകയായിരുന്നു. ആദ്യകാലങ്ങളിൽ ലോകം മുഴുവൻ വാഴ്ത്തിയ മാദക നർത്തകിയുടെ നൃത്തത്തെ അനുകരണങ്ങൾ കൂടി വന്നതിനെ തുടർന്ന് ആളുകൾ വിമർശിച്ചു തുടങ്ങി. അവർക്ക് നൃത്തം അറിയില്ല എന്നും പ്രതിഭയുടെ അഭാവം മൂലമാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നുമുള്ള വിമർശനങ്ങളുമായി പലരും രംഗത്തെത്തി. ഒന്നാം ലോക മഹായുദ്ധത്തിനു മുമ്പ് അവർ വിലയിരുത്തപ്പെട്ടിരുന്നത് കലാകാരി, സ്വതന്ത്രമായി ചിന്തിക്കുന്ന സ്ത്രീ എന്നീ നിലകളിലായിരുന്നു. എന്നാൽ ഒന്നാം ലോക മഹായുദ്ധത്തോടെ കാര്യങ്ങൾ തകിടം മറിഞ്ഞു. മറ്റുള്ളവരെ വശീകരിക്കുന്ന അപകടകാരിയായ സ്ത്രീയായി പലരും മാതാഹരിയെ കാണാൻ തുടങ്ങി. യുദ്ധകാലയളവിൽ പോലും സൗന്ദര്യവും വശീകരണ ശക്തിയും ഉപയോഗിച്ച് രാജ്യ അതിർത്തികൾ കടന്ന് അവർ സഞ്ചരിച്ചു. ഇത് അവർക്ക് അപകടം ചെയ്യുകയായിരുന്നു. യുദ്ധകാലയളവിൽ അവർ ഫ്രാൻസിനും നെതർലൻഡിനുമിടയിൽ സഞ്ചരിച്ചു. ബ്രിട്ടനും സ്പെയിൻ വഴിയും സഞ്ചരിച്ചു. ഇതോടെ അവരുടെ യാത്രകൾ നിരീക്ഷണത്തിലാവുകയായിരുന്നു. ബ്രിട്ടീഷ് രഹസ്യാന്വേഷകരുടെ ചോദ്യം ചെയ്യലിൽ ഇവർ ഫ്രഞ്ച് രഹസ്യാന്വേഷണ വിഭാഗത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതായി സമ്മതിച്ചു. എന്നാൽ ഫ്രഞ്ച് അധികാരികൾ ഇത് നിഷേധിച്ചു. 1917 പാരീസിലെ ഒരു ഹോട്ടലിൽ നിന്ന് മാതാഹരിയെ അറസ്റ്റ് ചെയ്തു. 50,000 ഫ്രഞ്ച് സൈനികരുടെ മരണത്തിന് കാരണക്കാരിയാണ് എന്ന് ആരോപിച്ചായിരുന്നു ഇത്. തുടർന്ന് കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തി അതേ വർഷം തന്നെ 41-ാം വയസ്സിൽ ചാരപ്രവൃത്തി ആരോപിച്ച് അവരെ വെടിവെച്ചു കൊന്നു. എന്നാൽ മരണശേഷം അവരുടെ ശരീരം ഏറ്റുവാങ്ങാൻ ബന്ധുക്കൾ ആരും എത്തിയില്ല. ഇതിനെ തുടർന്ന് ശരീരം വൈദ്യ ഗവേഷണത്തിനായി മാറ്റിവെക്കുകയായിരുന്നു. മാതാഹരിയുടെ ശിരസ് പാരീസിലെ ശരീരഘടനാ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരുന്നു. എങ്കിലും പിന്നീട് അത് നഷ്ടപ്പെട്ടതായി പറയുന്നു. 1918 രേഖകളിൽ മറ്റു ശരീരഭാഗങ്ങളും കൈമാറ്റം ചെയ്യപ്പെട്ടതായി സൂചനയുണ്ട്. എങ്കിലും അവയൊന്നും കണ്ടെത്താനായിട്ടില്ല. മരണശേഷവും മാതാഹരിയെക്കുറിച്ചുള്ള പ്രചരണങ്ങൾക്ക് അവസാനമുണ്ടായില്ല. മരിക്കും നേരത്ത് ആരാച്ചാർക്ക് അവർ ഒരു ഫ്ലൈയിങ് കിസ് സമ്മാനിച്ചു എന്നും ആളുകൾ പറഞ്ഞു. എന്നാൽ ഇത് അവരുടെ വക്കീലിന് കൊടുത്തതായിരുന്നു എന്നും ചിലർ ആരോപിച്ചു. നന്ദി മോൺസിയോർ എന്നായിരുന്നു ചരിത്രത്തെ പോലും ഞെട്ടിച്ച മാതാഹരി എന്ന സ്ത്രീയുടെ അന്ത്യമൊഴി.